രാവിലെ ഈ അമ്മ എന്നും ഈ ഇളയത്ത് അനിയന്മാർക്കൊക്കെ അസുഖം വരും, അമ്മ ഈ തലക്കുഴിഞ്ഞ് പൈസ തരും. അപ്പം ഈ പോകുന്ന വഴിക്ക് ചെട്ടികുളങ്ങര ദേവീക്ഷേത്രമുണ്ട്, ഇടാനാണ് തരുന്നത്. അപ്പം എൻ്റെ കയ്യിലേ തരും, കാരണം എൻ്റെ തന്നിട്ട് ഞാൻ വഴക്കുണ്ടാകും. ഞാൻ ഈ പോകുന്ന വഴിക്ക് ദേവി ആ ഓട്ടോ വഴി ഞങ്ങൾ 9:30 ചെല്ലുമ്പോഴത്തേക്ക് അമ്പലം അടച്ചിരിക്കും. നോക്കുമ്പോൾ നാനും ദേവിക്കൊക്കെ ഒരുപാട് പൈസ ഇല്ലേ, അവർ നമ്മുടെ ഈ 50 പൈസക്ക് ഇരിക്കുകയാണോ? ഞാനിത് കപ്പൽ മുട്ടായി വാങ്ങിച്ച് തിന്നോട്ടെ ദേവി എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നും ദേവി പറയുന്നു മോള് തിന്നോ എന്ന് എനിക്ക് തോന്നും. ചിലപ്പോൾ കാണുന്നവർക്ക് തോന്നും കള്ളമാണ്, നമുക്ക് തോന്നി ഇതേ തല ഇങ്ങനെ ആട്ടുന്നു മക്കള് തിന്നു എന്ന് പറയുന്നു. പിന്നെ ഞാൻ അതിങ്ങനെ ഇടുന്ന പോലെ കാണിച്ചിട്ട് വെക്കുമ്പോൾ ഈ നയാ പൈസ ഉണ്ടല്ലോ ഇതിങ്ങനെ വന്ന് എൻ്റെ മോന്തയ്ക്ക് തന്നെ നോക്കി നിൽക്കും. ഇങ്ങനെ ശരിയല്ല. ഞാൻ നീ മാറും, നീ എന്തിനും ഇവിടെ, ഞാൻ ദേവിയായിട്ട് നോക്കുകയല്ലേ, ഡയറക്റ്റായിട്ട് നമ്മൾ സംസാരിക്കുകയാണ്. അതിന് ദൈവങ്ങൾ വർത്താനം പറയൂ ഇവള്. ഞാൻ എന്നോട് സംസാരിക്കും, നീ ആ ഓട്ട വഴി നോക്ക്. ഞാൻ നോക്കൂല, എനിക്ക് പേടിയാണ്. ഞാൻ എന്ത് കാവൽക്കാരി ഭൂതങ്ങളുണ്ടെന്ന് അകത്ത് അമ്മൂമ്മ പറഞ്ഞിട്ടുണ്ടെന്ന്. അവിടെ അടച്ചിട്ട് അമ്പലത്തിൽ നോക്കിക്കൂടാ. ഞാൻ നീ നോക്കണ്ട, ഏത് ഭൂതം ഉണ്ടെങ്കിലും അതിലും വലിയ ഭൂതമല്ലേ വെളിയിൽ നിൽക്കും. ഞാൻ ഇവര് മുട്ടായി വാങ്ങിച്ചിട്ട് പങ്കുവയ്ക്കും. അവൾ അപ്പോഴേ മൂത്തവള് വാങ്ങിച്ച് തിന്നും കേട്ടാ. ഇവള് തിന്നൂല. സത്യസന്ധയും ഹരിചന്ദ്രന്റെ മകളായിരുന്നു ഓള്. ഇത് വീട്ടിൽ വരുമ്പോ പറയും. അപ്പം അമ്മ പറയും പോട്ടെ മക്കളെ, ദൈവകോപം കിട്ടുന്ന മക്കൾ പറയണ്ടേ. അമ്മ പറഞ്ഞാൽ തരുമോ മുട്ടായി വാങ്ങിക്കാനാന്ന് പറഞ്ഞാൽ ആരും തരൂല. ഞാൻ ദേവിയുടെ പൈസയല്ലേ വാങ്ങിച്ചത്. സമ്മതിച്ചില്ലേ? ഞാൻ അമ്മ ദേവിക്ക് ഒത്തിരി ആറ്റുകാൽ ദേവിക്കൊക്കെ ചെട്ടികുളങ്ങര ഭഗവതിക്കൊക്കെ പൈസയുടെ ആൾക്കാർ ഇവരെ. നമ്മൾ അവരോടല്ലേ കാശ് തരാൻ പറയുന്നത്. പിന്നെ നമ്മളുണ്ടെന്ന് അവർക്ക് ഇടേണ്ട കാര്യം എന്തോന്നു. ഇവള് ദൈവമേ നിനക്ക് പഠിപ്പേ വരൂല, നീ തോറ്റു പോവും. ഞാൻ എന്തിനു തോക്കുന്നു, ഞാൻ നിന്നെ വല്ലതും ചെയ്താ അത് തന്നെ നീ നിനക്ക് ബുക്കിലൊക്കെ പേജ് കീറിയത്. ഞാൻ നീ വർത്താനം പറയാതെ, ഞാൻ വർത്താനം പറയും. ചുമ്മാ ഇരുന്ന് മൂലയിലിരുന്ന് വർത്താനം പഠിക്കാൻ ബുക്ക് എടുത്ത് തീർച്ചയായിട്ടും അങ്ങനെ ബിഹേവ് ചെയ്യുന്നത് നമ്മുടെ കൂടെ ചുമതലയാണ്. ഗാന്ധിജിയുടെ സ്പെല്ലിംഗ് എന്തോന്നു എനിക്ക് ചുമ്മാ ഇരുന്നൂടെ, എനിക്കറിയാമോ. ഞാൻ നീ ആലോചിച്ച് നോക്ക്, 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഞാൻ 3ാം ക്ലാസ്സിൽ പഠിക്കുന്ന കൊച്ചിനോട് ഗാന്ധിജിയുടെ സ്പെല്ലിംഗ് എന്തോന്ന് അതുപോലും അറിയാതെ നീ എന്തിന് പള്ളിക്കൂടത്തിൽ പോണേ, കൈയിരിക്കുന്ന സട്ടപ്പേ എറിഞ്ഞു അമ്മ ഒരു ശബ്ദം കൂട്ടയടി.